18 ദിവസത്തെ ബഹിരാകാശ ദൌത്യത്തിന് സമാപനം. ശുഭാംശു ശുക്ലയും സംഘവും തിരികെ ഭൂമിയിലേക്ക് എത്തുന്നു. അമേരിക്കൻ തീരത്ത് തെക്കൻ കാലിഫോർണിയയിലെ പസഫിക് സമുദ്രത്തിലാണ് ഡ്രാഗൺ പേടകം വന്നിറങ്ങുന്നത്. US നാവികസേനാ പേടകം വീണ്ടെടുത്ത് കപ്പലിൽ സംഘത്തെ കരയിലെത്തിക്കും. തുടർന്ന് സംഘത്തെ ഹൂസ്റ്റണിലെ ജോൺ സ്പേസ് സെന്ററിലേക്ക് കൊണ്ടുപോകും. ഒരാഴ്ച മെഡിക്കൽ വിദഗ്ധരുടെ നിരീക്ഷണത്തിൽ യാത്രികർ താമസിക്കും. ഇതിനുശേഷമാകും ബഹിരാകാശ യാത്രികരെ പുറത്തേക്ക് വിടുന്നത്. ആക്സിയം 4 പേടകത്തിൽ ശുഭാംശുവിന്റെ സഹയാത്രികരായ പെഗ്ഗി വിറ്റ്സൺ, സ്ലാവോസ് വിസ്നിംസ്കി യാത്രികരുമായി ക്രൂ ഡ്രാഗൺ പേടകം ഇന്നലെ വൈകിട്ട് ഇന്ത്യൻ സമയം 4:45 ബഹിരാകാശ നിലയത്തിൽ നിന്ന് അൺഡോക്ക് ചെയ്തു. ആശയവിനിമയത്തിലെ തകരാറ് മൂലം പറഞ്ഞതിലും 10 മിനിറ്റിന് ശേഷമാണ് പ്രക്രിയ പൂർത്തിയാക്കിയത്. പൂർണ്ണമായും സ്വയം നിയന്ത്രിതമായാണ് ഡ്രാഗണിന്റെ സഞ്ചാരം. 22 മണിക്കൂറോളം ഭൂമിയെ വലം വെച്ച ശേഷമാണ് പേടകം ഭൗമാന്തരീക്ഷത്തിലേക്ക് കടക്കുന്നത്. ജൂൺ 26 ആക്സിയം 4 ദൌത്യസംഘം ബഹിരാകാശ നിലയത്തിലെത്തിയത്. ബഹിരാകാശത്തെത്തിയ രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ് ശുഭാംശു. ഗഗൻയാൻ, ഭാരതീയ അന്തരീക്ഷ ഭവൻ സ്പേസ് സ്റ്റേഷൻ എന്നിവയിൽ ശുഭാംശുവിന്റെ അനുഭവങ്ങൾ നിർണായകമാകുമെന്നാണ് പ്രതീക്ഷ. ആക്സിയം 4 ദൌത്യത്തിന്റെ ഭാഗമായി 60ഓളം പരീക്ഷണങ്ങൾ സംഘം പൂർത്തീകരിച്ചു. വിത്തുമുളപ്പിക്കൽ, അസ്ഥികളുടെയും പേശികളുടെയും ബഹിരാകാശത്തെ പ്രവർത്തനം, മൈക്രോ ആൽഗകൾ ഗുരുത്വാകർഷണമില്ലായ്മയോടെ എങ്ങനെ പ്രതികരിക്കുന്നു തുടങ്ങി 7 പരീക്ഷണങ്ങൾ ശുഭാംശു ബഹിരാകാശ നിലയത്തിൽ പൂർത്തിയാക്കി. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.